ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് പിന്നാലെ പാക് സൈന്യത്തിൽ കലാപം എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമമായ ദ ഡോൺ ആണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവനും കൊണ്ട് സൈന്യം വിട്ട് ഓടുകയാണ് പാകിസ്ഥാനിലെ സൈനികർ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ മാത്രം 5000-ഓളം പാക് സൈനികരാണ് സൈന്യത്തിൽ നിന്നും വിരമിച്ചത് എന്ന വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. പല ഉറുദു മാധ്യമങ്ങളും പല പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങളും സൈന്യത്തിനുള്ളിലെ ഈ കലാപത്തെ സംബന്ധിച്ച നിരവധി വാർത്തകളാണ് പുറത്തുവിടുന്നത്. പാകിസ്ഥാന് കീഴിൽ സൈനിക സേവനം നടത്താൻ താല്പര്യമില്ല എന്ന് വലിയൊരു വിഭാഗം സൈനികർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ബലൂജ് മേഖലയിൽ ഇനി ബലൂജ് ലിബറേഷൻ ആർമിയുമായി പോരാട്ടത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയോടൊപ്പം ചേർന്ന് ബലൂചിസ്ഥാന്റെ മോചനത്തിന് വേണ്ടി പാകിസ്ഥാൻ സേന പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. കാരണം ഇനി ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയും കാലം അടിമകളെപ്പോലെ ബലൂചിസ്ഥാനിലെ ജനങ്ങളെ ട്രീറ്റ് ചെയ്തത് പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പല പതിറ്റാണ്ടുകളായി ബലൂജ് മേഖലയിൽ വലിയ തേർവാഴ്ച നടത്തിയിരുന്നു. ബലൂജ് ലിബറേഷൻ ആർമിയെ പോലുള്ള ബലൂചിസ്ഥാന്റെ വിമോചന പോരാളികൾ നടത്തുന്നത് അവരുടെ മണ്ണിനെ സംരക്ഷിക്കാനും അവരുടെ സ്വത്വം നിലനിർത്താനുമുള്ള പോരാട്ടമാണെന്ന് പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വിഭാഗം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് അവരുമായി യുദ്ധം ചെയ്യുന്നത്? എന്തിനാണ് അവരെ കൊന്നൊടുക്കുന്നത്? എന്തിനാണ് അവരുടെ ഈ പോരാട്ടത്തെ അടിച്ചമർത്തുന്നത്? അതിലൂടെ തങ്ങൾക്ക് എന്ത് നേട്ടം എന്ന് പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വിഭാഗം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പാക് മാധ്യമങ്ങൾ പറയുന്നു. ബലൂജ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യം തന്നെ വിഭജിച്ച് പല ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു. കുറേയേറെ പേർ BLA-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറേയേറെ പേർ ആ മേഖലയിൽ സൈനിക വൃത്തിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ ജോലി രാജിവെച്ച് മറ്റെവിടേക്കോ പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ സൈന്യം അതീവ ദുർബലമായി മാറിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ, വിഘടനവാദം വളർത്താൻ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഭീകര സംഘടനകൾക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്തു നൽകിയത് പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇന്ത്യയിൽ ഭീകരവാദത്തിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ലഷ്കർ-ഇ-തൊയ്ബ അടക്കമുള്ള നിരവധി ഭീകര സംഘടനകൾക്ക് ചെയ്തു നൽകിയിട്ടുണ്ട്. ഒരു കാലത്ത് കാശ്മീരിന്റെ താഴ്വരകളിൽ തീവ്രവാദത്തിന്റെ തുപാകിയതിന് പിന്നിൽ പാക് സൈന്യത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇതാ അതിന്റെ തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നു. ഇന്ത്യ സാഗൂതം വീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ ഓരോ പ്രവർത്തനങ്ങളും. പാകിസ്ഥാന്റെ ബലൂജ് മേഖലയിൽ വലിയ പോരാട്ടം നടക്കുന്നു, വലിയ ആക്രമണം നടക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ വിമോചന പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ജാഫർ എക്സ്പ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ജാഫർ എക്സ്പ്രസിനെ തട്ടിയെടുത്തുകൊണ്ട് 100 കണക്കിന് പാക് സൈനികരെ BLA കൊലപ്പെടുത്തിയത്. അന്ന് പാകിസ്ഥാൻ സൈന്യം ലോകത്തോട് കള്ളം പറഞ്ഞു. ഞങ്ങളുടെ ഒരേ ഒരു സൈനികൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്, 4 യാത്രക്കാർ കൊല്ലപ്പെട്ടു എന്ന പച്ചക്കള്ളമാണ് പാക് സൈനിക മേധാവി പറഞ്ഞത്. അവിടെ ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞു 100 കണക്കിന് മൃതശരീരങ്ങളാണ് ട്രെയിനിന്റെ ബോഗികൾക്കുള്ളിൽ കിടന്നത്. പിന്നാലെ ബലൂജ് ലിബറേഷൻ ആർമി കണക്കുകൾ സഹിതം ഈ കാര്യങ്ങൾ പുറത്തുവിട്ടു. ഞങ്ങൾ ഇത്രത്തോളം പാക് സൈനികരെ കൊലപ്പെടുത്തി. അതിന് പിന്നാലെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായി. പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിന് നേരെ ചാവേർ ആക്രമണം നടത്തി ബലൂജ് ലിബറേഷൻ ആർമി. അതിലും നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. എന്നാൽ ആ വിവരവും പാകിസ്ഥാൻ സൈന്യം ബോധപൂർവം മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോകമാധ്യമങ്ങൾ ആ വാർത്ത അതീവ പ്രാധാന്യത്തോടെ നൽകി. അങ്ങനെ ആഭ്യന്തരപരമായി വലിയ സംഘർഷം. സൈനികർക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആയുധങ്ങളില്ല, വെടിക്കോപ്പുകളില്ല. ബലൂജ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യം തന്നെ വിഭജിച്ച് പല ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു. കുറേയേറെ പേർ BLA-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറേയേറെ പേർ ആ മേഖലയിൽ സൈനിക വൃത്തിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ ജോലി രാജിവെച്ച് മറ്റെവിടേക്കോ പോയി കഴിഞ്ഞിരിക്കുന്നു. പഴയ ആയുധ ശേഖരത്തിന്റെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ബലൂജ് ലിബറേഷൻ ആർമിയോ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗറില്ല യുദ്ധ മുറ പരീക്ഷിച്ചുകൊണ്ട്, പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുകയാണ്.
ഈ BLAയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ജീവനിൽ കൊതി കൊണ്ട് സൈനിക വൃത്തി പോലും ഉപേക്ഷിച്ച് ഓടി ഒളിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ വാർത്തകൾ പുറത്തുവിടുന്നത് തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങളാണ്. എന്തൊരു ഗതികേടിലേക്കാണ് പാകിസ്ഥാന്റെ സൈന്യം എത്തിപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അധികം വൈകാതെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്. കാരണം ബലൂചിസ്ഥാൻ ഇപ്പോൾ ഏറെക്കുറെ BLAയുടെ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. ആ മേഖലയിലേക്കൊന്ന് കടന്നു കയറാൻ പോലും പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയുന്നില്ല. പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് യാതൊരു നിയന്ത്രണവും ബലൂചി മേഖലയിലില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബലൂചിസ്ഥാൻ നടത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്. അങ്ങനെ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പിളരുകയാണ്. പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുകയാണ്. താലിബാൻ ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശത്തെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നിരവധി ജില്ലകൾ, 8ഓളം ജില്ലകൾ ഭരിക്കുന്നത് താലിബാനാണ്. ആ ഭൂപ്രദേശം താലിബാൻ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ പാകിസ്ഥാൻ സൈന്യത്തിനോ യാതൊരു നിയന്ത്രണവുമില്ല. ആ പ്രദേശത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഒരു ഭാഗം താലിബാൻ പിടിച്ചെടുത്തു, മറുഭാഗം പിളർത്തി ബലൂജ് ലിബറേഷൻ ആർമി പുതിയൊരു രാജ്യം ഉണ്ടാക്കുന്നു. ഇന്ത്യ പാകധീന കാശ്മീരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു അവസരം കിട്ടിയാൽ ആ മേഖല ഇന്ത്യയുടേതാക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ ഹമാസിന്റെ ഭീകരന്മാരെ പാകധീന കാശ്മീരിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ പണിയാൻ നോക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി പിന്തുണയോട് കൂടിയാണ് ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യ വിരുദ്ധ പരിപാടി നടത്തിയതും ഇന്ത്യ വിരുദ്ധ റാലി നടത്തിയതും അതുപോലെ തന്നെ സോൾഡാരിറ്റി കാശ്മീർ എന്ന പേരിൽ വർഷാവർഷം നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പരിപാടിയിൽ ഹമാസിന്റെ ഭീകരന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചതും. എന്നാൽ അന്ന് പാകിസ്ഥാൻ ഓർത്തില്ല ഇതിന് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും. ഇന്ത്യ നേരിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നില്ല ചെയ്തത്. ഇന്ത്യ തന്ത്രപരമായി ചില കരുക്കൾ നീക്കി. ഒടുവിൽ പാകിസ്ഥാൻ ഇതാ ഒന്നല്ല രണ്ടായി പിളരാൻ പോവുകയാണ്. രണ്ടിലധികമായി പിളരാൻ പോകുന്നു. തീവ്രവാദം വിതച്ച ഒരു രാജ്യം തീവ്രവാദം കൊയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെയ്ത പ്രവൃത്തിക്കുള്ള ചരിത്രപരമായ തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ പൊട്ടിപ്പിളരുകയാണ്. പാകിസ്ഥാനെ കീറിമുറിക്കുകയാണ് ഓരോ മേഖലകളായിട്ട്. പൊതുവെ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന, പണപ്പെരുപ്പം മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഒടുവിൽ ഇതാ 2ഉം 3ഉമായി പിളർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. തൊട്ടടുത്ത ഇന്ത്യ അതിനെ സശ്രദ്ധം സാഗൂതം വീക്ഷിക്കുകയാണ്. ഏത് നിമിഷവും പാകധീന കാശ്മീരിനെ ഇന്ത്യക്കൊപ്പം ചേർക്കാനുള്ള ഒരു മിന്നൽ ഓപ്പറേഷൻ, ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യ അവസരം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.